ഹലോ ഗായ്സ്, വെൽക്കം ടു കെയർ ടു യു കെ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ ഈ യാത്ര നമ്മൾ പോകുന്നത് സ്ട്രോബെറി പിക്കിങ്ങിനാണ്. സമ്മറായി കഴിഞ്ഞാൽ നമ്മൾ യു കെയിൽ ഇങ്ങനെ കുറേ ക്രോപ്സ്, ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ ഓപ്പൺ ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് സ്ട്രോബെറി ഫാം. അവിടെ സ്ട്രോബെറി മാത്രമല്ല, റാസ്ബെറി, അതുപോലെ ഗൂസ്ബെറി, അങ്ങനെ കുറേ സംഗതികളുണ്ടെന്നാണ് കേട്ടത്. ഇപ്പോൾ എനിവേസ് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം, എങ്ങനെയുണ്ടെന്ന്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. നമ്മൾ നമ്മുടെ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ ഫാമിലെത്തിയിട്ടുണ്ട്. സ്കാഡോ ഫാം എന്നാണ് അതിൻ്റെ പേര്. ഡാർബി അടുത്ത്, ബർട്ട്നോൺ ട്രെൻഡിനും അടുത്ത് ഡാർബിയിലാണിത്. ഇപ്പോൾ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. 3-4 തരത്തിലുള്ള ക്രോപ്പാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ഇൻഫർമേഷനും. ബാസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിനി പോയി പിക്ക് ചെയ്യാം. Is it only strawberry? No, so we have gooseberries over there, and then we have raspberries over there as well. The very top. Can you fill it up in one basket? So the നമ്മൾ ലാസ്റ്റിൽ എത്തിയിരിക്കുന്നു. 2 കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. കൊട്ട നിറയ്ക്കാൻ പോവാണ്. വല്ലതും കിട്ടിയാ 2 കൊട്ടയായിട്ട് സ്ട്രോബെറി പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അവർ പറിക്കുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് തന്നെ ഇവിടെ തറയിലൊക്കെ ഉണ്ട് സാധനങ്ങൾ. തപ്പി എടുക്കണം, തപ്പി കണ്ടുപിടിക്കണം. നമ്മളുടെ ഇതുവരെയുള്ള അധ്വാന ഫലമാണ്. അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള സ്ട്രോബെറി തന്നെ. ഇങ്ങനെ ഉള്ളിലാണ്, ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കണം, തപ്പിപ്പറിക്കണം അതിനെ ഉള്ളിൽ. കണ്ടോ, ഇത് വളരുന്നത് ഇവിടെ ഇങ്ങനെ ഉള്ളിലാണ്. അവിടെ നല്ല ചുമന്നതിനെ നോക്കി തപ്പിയെടുക്കണം. നല്ല ചുമന്ന സ്ട്രോബെറി. ഇതൊക്കെ പണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നാട്ടിൽ നിന്നപ്പം ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ കാർട്ടൂണി വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ഓർക്കുമോ, ഇതൊക്കെ അവിടെ എന്തുമായിരിക്കും, ഇതൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കുമോ. ഇപ്പം നമ്മൾ വന്ന് പറിക്കുന്നു. കാലം പോയൊരു പോക്കേ. സ്ട്രോബെറി ഫീൽഡിൽ സ്ട്രോബെറി തപ്പിക്കണ്ടുപിടിച്ച് പറിക്കുന്നു. ചാച്ചൻ എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? നല്ല വിളഞ്ഞതാ. നമ്മൾ ആദ്യം ഓർത്തു ചിലപ്പോൾ ഇനി പൊട്ടായിരിക്കുമോ എന്ന്. ഗൂഗിളിൽ റിവ്യൂ നോക്കിയപ്പം അതിൽ കുറേയൊക്കെ എല്ലാം ആൾക്കാർ പറിച്ചു എന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ എന്നാലും ഇല്ല, അത്യാവശ്യം മധുരമുള്ള സാധനം തന്നെയാണ്. അപ്പം നമുക്ക് ഈ വലിയ ബാസ്ക്കറ്റിലാണെങ്കിൽ നിറയ്ക്കുവാണെങ്കിൽ ഒരു 13 പൗണ്ടിനുള്ള സാധനം. പിന്നെ ഈ കുട്ടി ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ എത്ര 4-5 പൗണ്ടോ അങ്ങനെ എങ്ങാണ്ട്. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, എന്താ ഉള്ളത്, ഗൂസ്ബെറി, റാസ്ബെറി അതെല്ലാം ഉണ്ട്. പറിക്കുന്നതിന് അധ്വാനിക്കുവാണെങ്കിൽ അതിനുള്ള ബലവും കാണണമല്ലോ. അതുകൊണ്ട് കിട്ടിയ സ്ട്രോബെറി എല്ലാം വായിക്കാത്താക്കുന്ന ചാച്ചൻ. വേണ്ട. അടുത്തതായിട്ട് നമ്മൾ സ്ട്രോബെറീനെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ബെറീൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഗൂസ്ബെറി. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക പോലെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ നെല്ലിക്കയുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പുളിയാണ്. അത് ഒരു കുറ്റിച്ചെടിയാണ്, പറിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് കണ്ടോ,
ഗൂസ്ബെറി ഇവിടൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇങ്ങോട്ടുണ്ട് കുറേ. പുളിയും ഒരു കുഞ്ഞിച്ചിരി മധുരം പോലെ. ഇതിനെക്കാട്ടി വലുതാവുമോ എന്തോ ഇത്. വലുതുണ്ടോ? എനിക്ക് പുളി തിന്നുന്ന പോലെയാ തോന്നിയത്. അപ്പൊ മധുരം വെക്കുമോ? മറ്റേ ബെറീസിനെ വെച്ച് നോക്കുമ്പം ഇച്ചിരി പുളി കൂടുതലുണ്ട്. പക്ഷേ പഴുത്തതിന് ചെറിയൊരു മധുരം ഉണ്ട് താനും. പറിക്കുന്നോ കുറച്ച്? എന്തോരം ഏക്കർ കണക്കിന് സ്ഥലമാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗം. നാട്ടിലിങ്ങനെ അധ്വാനിച്ചിട്ടുണ്ടോ ചാച്ചാ? UK വന്നിട്ട് കൃഷിക്കാരനായി. കഠിനാധ്വാനി. ഇതാണ് ഗൂസ്ബെറി. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഒത്തിരി. ഇപ്പൊ ഇത്രയും സ്ട്രോബെറി നമ്മൾ എടുത്തു. ഞാനും ഇവിടെ വന്നിട്ടാ. അതെ, നമ്മൾ ഇത്രയും സ്ട്രോബെറി എടുത്തെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ ലാഭം ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ നമ്മൾ തന്നെ പറിക്കാം. ഫ്രഷ് സാധനമാണ്. തിന്നങ്ങ് പറിച്ചോണ്ട് കിട്ടുന്നത് നല്ലതെന്ന് തോന്നുന്നതൊക്കെ പറിച്ച് തിന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിന്റെ ആ ഫ്രൂട്ടിന്റെ മേളിൽ തന്നെ ഇങ്ങനെ ഒരു ബ്രഷ് മാതിരി ഒരു ഇതുണ്ട്. മുള്ളല്ല, എന്തോ ഒരു അതെ, അതിന്റെ പുറത്ത് അങ്ങനെയുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ പഴുത്ത് കഴിഞ്ഞാൽ ഇത്രയും കാണില്ല. ഇതായിരിക്കും ഇതിന്റെ ട്രിക്ക്. ഈ മുള്ളു കുറവുള്ളതായിരിക്കും വിളഞ്ഞത്, മുള്ളുള്ളത് പൊട്ടായിരിക്കും ചിലപ്പായിരിക്കും. അതെ ഗൈസ്, ഇനി ആരെങ്കിലും ഗൂസ്ബെറി പിക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മുള്ളുള്ളത് എടുക്കരുത്. വലിയത് കളർ വ്യത്യാസമൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു. മധുരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഗൂസ്ബെറി പിക്ക് ഇങ്ങനെ പോകുന്നെങ്കിൽ അത് മനസ്സിൽ വെച്ചോ. ഇതിൽ നമ്മുടെ നാട്ടിലെ നെല്ലിക്കയുടെ പേരും ഗൂസ്ബെറി തന്നെയാണ്. ഗൂസ്ബെറി ആണ്. ആംലാന്നും പറയും, ഗൂസ്ബെറി എന്നും പേരുണ്ട്. ഇന്ത്യൻ ഗൂസ്ബെറി. ഇത് UK ഗൂസ്ബെറി. പക്ഷെ അങ്ങനെ സ്റ്റോറുകളിലൊന്നും ഇത് വാങ്ങിക്കാൻ കണ്ടിട്ടില്ല അല്ലേ? സൂപ്പർ മാർക്കറ്റിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ലേ. ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്കറിയാത്ത സാധനമായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്ത. അതെ, അതൊക്കെ പൊട്ടാതെന്ന് തോന്നുന്നു. വലുത് ഒത്തിരി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നില്ല അധികം കഴിക്കും. ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് അതിന്
ഇതിനെ നമുക്ക് സ്ട്രോബെറിയുടെ ബാസ്ക്കറ്റിലോട്ട് ഇടാം, റാസ്ബെറീനെ സെപ്പറേറ്റ് ബാസ്ക്കറ്റിൽ ഇടണമെന്നാണ് അവർ പറഞ്ഞത്. കിലോ കണക്കിനാണ് ഇവിടെ വെയിറ്റ്, അല്ലാതെ ഏത് പറിച്ചോ അങ്ങനെയല്ല. എത്ര കിലോ എടുത്തോ അതാണ് വെയിറ്റ്, പ്രൈസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.